ഞാൻ ഡോക്ടർ തങ്കം, ഡയബറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ പ്രമേഹവും ആഹാരക്രമവും അതാണ് പറയുന്നത്. കാരണം ആഹാരക്രമം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ. അതായത് പ്രമേഹമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അത് എപ്പോഴും ഡയറ്റ് ആൻഡ് എക്സസൈസ്, അതായത് ആഹാര നിയന്ത്രണവും വ്യായാമവും പിന്നെ പ്രമേഹത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കുക. ഒരാൾ പ്രമേഹത്തെപ്പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രമേഹത്തെപ്പറ്റി മനസ്സിലാക്കുക, പിന്നെ ഡയറ്റ് ആൻഡ് എക്സസൈസ്, പിന്നെ മെഡിസിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ആഹാരത്തെപ്പറ്റി പറയാം. ആഹാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പം പൊതുവെ ഇന്ത്യക്കാർ വളരെയധികം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന, കാർബോഹൈഡ്രേറ്റ് എന്നാൽ നമ്മുടെ ചോറ്, ചപ്പാത്തി, റവ, ഗോതമ്പ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റാണ്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ഇതെല്ലാം കാർബോഹൈഡ്രേറ്റാണ്. അതാണ് നമ്മളുടെ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു. പിന്നെ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പയറ്, കടല, നിലക്കടല, മീൻ, ഇറച്ചി, മുട്ട എന്നിവയാണ്. അത് നമ്മൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയേ കഴിക്കുന്നുള്ളൂ. പിന്നെ ഉള്ളത് വെജിറ്റബിൾസാണ്. വെജിറ്റബിൾസും നമ്മൾ വളരെ ചെറിയ തോതിലേ കഴിക്കുന്നുള്ളൂ. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ആണ് കഴിക്കേണ്ടത്. കാരണം അതിനകത്ത് പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, വെജിറ്റബിൾസ് വേണം. ഇത് നമ്മളുടെ ആഹാരത്തെ പറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 3 നേരവും നമ്മൾ ഇത് മൂന്നും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ നല്ല കൺട്രോളായി പോകും. കാർബോഹൈഡ്രേറ്റ് ഷുഗറിനെ എളുപ്പം കൂട്ടുന്നതാണ്. പ്രോട്ടീൻസും വെജിറ്റബിൾസും ഷുഗറിനെ കൺട്രോൾ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ആഹാരത്തിൽ ഇത് മൂന്നും ഉണ്ടോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കേണ്ടതാണ്. പിന്നെ പ്രമേഹമുള്ളവർ 3 മെയിൻ ഫുഡ് കഴിക്കുക. കാരണം പ്രാതൽ കഴിക്കുക, ഉച്ചക്കത്തെ ആഹാരം, രാത്രിയിൽ ഡിന്നർ, ഇതും ആണ് മെയിൻ ഫുഡ്. അതിനിടയ്ക്ക് ഒരു 11 മണിക്ക് നമുക്ക് ഷുഗർ കുറയുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. കാരണം ആ സമയത്ത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ 12 മണിയാകുമ്പോഴേക്കും കൈയും കാലും തളരും. പിന്നെ കഴിക്കുന്നത് വളരെ അധികമായി പോകും. പിന്നെ ഉള്ളത് 4 മണി, 6 മണി ഈ സമയങ്ങളിലാണ് പിന്നെ ഷുഗർ താഴുന്നത്. അത് നോർമൽ എല്ലാവർക്കും ആ സമയങ്ങളിലാണ് ഷുഗർ താഴുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ ഇടയ്ക്ക് സ്നാക്സ് എന്തിനാണ് കഴിക്കുന്നത്? 11 മണിക്ക് ഷുഗർ താഴുന്നത് കൊണ്ടും 4 മണിക്ക് ഒരു സ്നാക്സ് കഴിക്കുന്നു അതുകൊണ്ടാണ്. പക്ഷേ 6 മണി സമയം, അത് നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത വിശപ്പ് വരുന്ന സമയമാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ആ സമയം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, ഒരു ഓട്സോ എന്തെങ്കിലും കഴിക്കുക. പിന്നെ നമ്മൾ രാത്രിയിൽ ഡിന്നർ കഴിക്കുക. എപ്പോഴും കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ഷുഗറിന് വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് എപ്പോഴും ആഹാരത്തിന് പ്രാധാന്യം കൊടുത്ത്, അളവ് പ്രധാനമാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻസ് കൂട്ടി വെജിറ്റബിൾസും കൂടുതലായി കഴിച്ച് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. അതിനായി 3 മെയിൻ ഫുഡും 3 സ്നാക്സും കഴിക്കണം. നന്ദി, നമസ്കാരം.